ഹലോ, ഇന്ന് എൻ്റെ കയ്യിൽ 2 പാവയ്ക്കുണ്ട്. നമുക്ക് പാവയ്ക്ക കൊണ്ട് അച്ചാറിട്ടാലോ? വാ നോക്കാം. പൊതുവിൽ ഞാൻ പാവയ്ക്ക ഫ്രൈ ചെയ്തിട്ടാണ് അച്ചാറിടാറ്. പക്ഷെ ഇത്തവണ ഞാൻ പച്ചയ്ക്കാണ് കേട്ടോ ഇടുന്നത്. പാവയ്ക്ക ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അതിന് ശേഷം അത് പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കുക. അപ്പോൾ കുറച്ച് കയ്പ്പ് കുറഞ്ഞ് കിട്ടും. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിക്കാം. കടുകും ഉലുവയും ചേർത്ത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കാം. 2-3 മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പാവയ്ക്കയും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് എഗെയിൻ ഒന്ന് വഴറ്റിയെടുക്കണം. പാവയ്ക്കയ്ക്ക് എന്തായാലും കയ്പ്പാണ്, പക്ഷെ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് വേണ്ടേ. അതിന് നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉള്ള അച്ചാറാവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ശർക്കരപ്പൊടി ചേർക്കാം. ശർക്കര പാനിയും ചേർക്കാം കേട്ടോ. ഇത് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് അടച്ച് വെക്കണം. ഏറ്റവും ചെറിയ തീയിൽ വെക്കണേ. അതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് അടച്ച് വെക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ പുളിയും മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ശർക്കരപ്പൊടിയും വിനാഗിരിയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അച്ചാറിട്ട് പിറ്റേന്ന് തന്നെ എടുത്തു തുടങ്ങിയാൽ കയ്പ്പുണ്ടാവും. പക്ഷെ ഒരു 10 ദിവസം നല്ല എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് പുറത്ത് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കയ്പ്പൊക്കെ കുറവാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.